ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻഡോർ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റിൻ്റെ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ക്ലേ ആണ് കേട്ടോ. ക്ലേ എടുക്കുമ്പോൾ പലതരം ക്ലേ നമുക്ക് ഓൺലൈനിലും മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏതെങ്കിലും ഒരു ക്ലേ വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ക്ലേ ആണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇത് 2 കളേഴ്സിലാണ് കിട്ടുക. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ടേബിളൊക്കെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലൊന്നും ക്ലേ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തിയെടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കട്ടറാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ടർ ഇല്ല എങ്കിൽ നമുക്കിത് പേപ്പറിൽ വരച്ചിട്ട് വെട്ടിയിട്ട് അതുകൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല കിട്ടും. ഇനി ഇത് പോട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മളൊരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ഈ പോട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 10 ഫ്ലവേഴ്സാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് വരാം. പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവേഴ്സിന് മാത്രം നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഫൈനലിൽ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ക്ലിയർ വാർണിഷ് അടിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്ലിയർ വാർണിഷ് അടിക്കാം. അങ്ങനെ നമ്മുടെ ക്ലിയർ വാർണിഷ് അടിച്ചതൊക്കെ സെറ്റാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ ഒരു ലക്കി ബാമ്പു ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുള്ളതാണ്. കുറച്ച് സാൻഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോട്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോട്ടിൻ്റെ പരിപാടി. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. സെറ്റ് ചെയ്ത് കൊടുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു. അസ്സലാമു അലൈക്കും.